ഈ പറയുന്ന പാലക്കാട് വിഷയത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന ഒരു അതിക്രമമാണ് പാലക്കാട് നടന്നത് എന്നൊക്കെയുള്ള തരത്തിൽ ഇവിടെ സംസാരിക്കുന്നത് കണ്ടു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് പാലക്കാട് നടന്നുള്ള സംഭവം? പാലക്കാട് ക്രിസ്ത്യൻ ആഘോഷങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നോ? എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലാക്കണ്ട. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ ട്രസ്പാസ് ഉൾപ്പെടെയുള്ള സെക്ഷൻസ് ചുമത്തിക്കൊണ്ട് അസഭ്യം പറഞ്ഞു. ശങ്കുട്ടിദാസ്, അക്കാര്യത്തിൽ താങ്കളുടെ വിശദീകരണം ബിജെപിയിൽ നിന്ന് ഇതുവരെ കേട്ടതിൽ നിന്ന് വിഭിന്നമായതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നതാണ്. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. താങ്കളുടെ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇന്നലെ ഇതിനെ ശക്തമായി അപലപിക്കുന്നു. ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ബിജെപിക്കാരുണ്ടെങ്കിൽ അവരൊരു നിമിഷം ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് മോനെ സാറിയോച്ച് ഉത്തരം കൊടുക്ക്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഇതോട് കൂടിയിട്ട് ഇന്നലെ വന്ന വാർത്തകളൊന്നും ശരിയല്ലെന്നും ഇവിടെ നടന്നത് മറ്റൊരു സംഭവമായിരുന്നു. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നടത്തിയ അപലപിക്കൽ ബി.ജെ.പി പിൻവലിച്ചു. അത് മറ്റൊരു സംഭവമാണ്. എന്താണ് ആ സംഭവം? അത് ഉത്തരം പറ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ബി.എസ്.പിയുടെ വാർത്താക്കുറിപ്പ് നിങ്ങൾ എന്തിനാണ് ഒരു ഭാഗം മാത്രം വായിക്കുന്നത്? അവരുടെ വാർത്താക്കുറിപ്പിൽ ബാക്കി കാര്യം പറയുന്നുണ്ടല്ലോ. അവിടെ പറഞ്ഞത് ഈ പറയുന്ന പോലത്തെ സംഭവങ്ങളല്ല, ഇത് മാധ്യമങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണ്. വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഒരു സംശയം കൂടി. ഈ VHPക്ക് ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ചുള്ള നിലപാട് എന്താണ്? കേരളത്തിൽ ഇത് ആദ്യമായാണ്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ VHP എപ്പോഴെങ്കിലും ക്രിസ്മസ് ആഘോഷത്തിൽ ഇടപെടുകയോ അതിനെതിരെ മുന്നറിയിപ്പുകൾ നൽകുകയോ അത് ഇന്ത്യൻ സംസ്കാരത്തിനെതിരാണ് എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുകയോ ചെയ്തിട്ടുണ്ടോ? ദൈവമേ, വടിയായ അളിയാ, ഇതിന് ചെവി കേട്ടൂടെ പൊട്ടനാ? എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം മതപരമായ ഒരു ആഘോഷമായിട്ടല്ല എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താ ശരിയല്ല മാവ? നമ്മുടെ കുട്ടികൾ ക്രിസ്തുമസും അല്ലെങ്കിൽ ഓണവും വിഷുവും റംസാനും ഒക്കെ ഒന്നിച്ച് ആഘോഷിച്ച് ശീലിക്കട്ടെന്നേ. ഇവർക്ക് എന്താ അത്ര വിഷമം? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഇവർ ഈ നാട്ടിലെ ആളുകളുടെ പട്ടിണി പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ? ഇവിടുത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇവിടെ ബി.ജെ.പിയുടെ പ്രതിനിധി പറയുന്നത് എന്താ? എത്ര അല്പത്തരമാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. ഒന്ന് തലകറങ്ങി റോട്ടിൽ വീഴുമ്പോ നമുക്ക് വെള്ളം മേടിച്ചു തരുന്നവന്റെ ജാതി മതം നമ്മൾ നോക്കൂ. അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? നമ്മൾ ആശുപത്രിയിൽ സർജറി ആയിട്ട് കിടക്കുമ്പോ ബ്ലഡിന് വേണ്ടി വിളിക്കുമ്പോ ഹിന്ദുവിന്റെ ബ്ലഡ് മതി, ക്രിസ്ത്യാനിയുടെ ബ്ലഡ് മതി, മുസ്ലിമാന്റെ ബ്ലഡ് മതി എന്ന് ആരെങ്കിലും പറയോ? ഏതെങ്കിലും ബി.ജെ.പിക്കാരൻ ക്രിസ്ത്യാനിയുടെ ബ്ലഡ് വേണ്ടെന്ന് പറയോ? കിട്ടിയാ? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി.